ഇന്ന് ഒട്ടുമിക്ക വ്യക്തികൾക്കും കോമൺ ആയിട്ട് അനുഭവിക്കുന്ന പ്രയാസമാണ് മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട്. കാരണം മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതാണ്, വയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മൈഗ്രെയിൻ ഏതൊക്കെ ടൈപ്പ് ആണെന്നും എന്താണ് അതിൻ്റെ റീസൺ എന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഡോക്ടർ സെയ്ദ് മോഹ്സിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് മൈഗ്രെയിൻ എന്നും അതിൻ്റെ ടൈപ്സ് എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. പ്രധാനമായിട്ടും മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ നമുക്കറിയാം. മറ്റു തലവേദന കമ്പയർ ചെയ്യുമ്പോൾ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും സിവിയർ ആയിരിക്കും. മറ്റുള്ള തലവേദനയൊക്കെ നമുക്കൊരു സൈഡിൽ പോയിട്ട് കിടന്ന് ഉറങ്ങുകയാണ്, വലിയ കുഴപ്പമില്ല. പക്ഷെ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ലൈറ്റ് പ്രശ്നമാണ്, സ്മെല്ല് പ്രശ്നമാണ്, അതുപോലെ സൗണ്ട് പ്രശ്നമാണ്. ചില ഫാമിലി അടക്കം പ്രശ്നങ്ങളുണ്ടാവും. ചെറുതായിട്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവിടെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. വൈഫ് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫാദർ കിടക്കുകയാണെങ്കിൽ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ആണ് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മൈഗ്രെയിൻ, നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൈഗ്രെയിൻ. അത് കുറച്ച് സിവിയർ ആയിരിക്കും, സിവിയർ പെയിൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ അമിതമായിട്ട് ദാഹം ഉണ്ടാവും ആ ഒരു സിറ്റുവേഷൻ. രണ്ടാമത്തെ ടൈപ്പാണ് കൂടുതലായിട്ട് ബോഡിയിൽ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, അതിനുശേഷം മൈഗ്രെയിനിലേക്ക് മാറുന്ന അവസ്ഥ. ഇതിനവസ്ഥ നമുക്ക് ആ സമയത്ത് പെയിൻ പെർസിസ്റ്റ് ആയിരിക്കും, പക്ഷേ സിവിയാരിറ്റി കുറവായിരിക്കും. മറ്റേതിനെ അപേക്ഷിച്ച് അത്ര ഓവർ സിവിയർ ഉണ്ടാവും, പക്ഷെ ഉറക്കം കിട്ടാത്തൊരവസ്ഥ വരും. മറ്റേ നമുക്ക് കിടന്നാൽ സമാധാനം ഉണ്ടാവും, പക്ഷെ ഇതിന് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. മൂന്നാമത്തത് സിവിയർ ആയിരിക്കും, അത് നല്ല ക്രോണിക് കണ്ടീഷൻ ആയിരിക്കും. അതിന് നോർമലി കണ്ടുവരാറുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടെൻഷന്, ഉറക്കക്കുറവ്, മറ്റ് പ്രയാസങ്ങൾ വരുമ്പോഴാണ് ഈ മൂന്നാമത്തെ ടൈപ്പ് ഉണ്ടാവുക. അപ്പം നമുക്കുണ്ടാവുന്ന മൈഗ്രെയിൻ്റെ ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം പൂർണ്ണമായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതാണ് മൈഗ്രെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇനി നമുക്ക് മൈഗ്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന് സ്റ്റേജസ് ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ബോഡിക്ക് ചേഞ്ചസ് വരുമ്പോൾ തന്നെ മൈഗ്രെയിൻ്റെ അവസ്ഥ ഉള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ സമയത്ത് തന്നെ നിങ്ങൾ ചെറുനാരങ്ങയുടെ ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചെറുനാരങ്ങയെങ്കിലും കഴിക്കുന്നത് ആ ഒരു സിവിയാരിറ്റി വളരെയധികം കുറക്കാൻ സഹായിക്കും. ഇനി സ്ഥിരമായിട്ട് മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു പാനീയമാണ്. അത് നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ളത് ഒരു കപ്പ് വെള്ളവും അതുപോലെ തന്നെ 1/2 കപ്പ് തേനും 1/2 കപ്പ് ചെറുനാരങ്ങയുടെ നീരാണ്. ഇത് തുടർച്ചയായിട്ട് ഇത് 2-3 മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡെയിലി അത് 2 ടീസ്പൂൺ 3 നേരം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നല്ല മാറ്റങ്ങൾ വരികയും അതിലൂടെ നിങ്ങൾക്ക് മൈഗ്രെയിൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും പറ്റും. കാരണം മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് അതിന് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ സിവിയാരിറ്റി മനസ്സിലാവും. ഇതിനു മുമ്പ് കൺസൾട്ടിങ്ങിന് ഒരു പ്രിൻസിപ്പാൾ വന്നിരുന്നു. പ്രിൻസിപ്പാൾ ഇത് സിവിയറായിട്ട് മാറുന്ന സമയത്ത് പുള്ളി അധികവും പെയിൻ കില്ലർ മാത്രമാണ് കഴിക്കല്. കാരണം വേറെ രക്ഷയില്ല. കാരണം ബാക്കിയുള്ള ഓഫീസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ പുള്ളി എന്താ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം പെയിൻ കില്ലർ കഴിക്കും. പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടയർഡ്നെസ്സും ബാക്കിയുള്ള എല്ലാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ നടന്നു പോകും. അപ്പോൾ ഇത് സിവിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ആ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം പുള്ളി ഇപ്പോൾ ഫുൾ ഹാപ്പിയാണ്. കാരണം അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ മനസ്സിലാവുകയും അത് കൃത്യമായിട്ട് പറഞ്ഞു. കാരണം മൂപ്പർക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് സ്കിപ്പ് ചെയ്യും. കാരണം ആ ഒരു ടൈം ലഞ്ച് സമയത്താണ് എല്ലാ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരിക. പക്ഷെ ബാക്കി അത് കഴിയുമ്പോൾ എന്താവും സ്നാക്സിൻ്റെ സമയം. അപ്പോൾ ലഞ്ച് സ്കിപ്പ് ചെയ്ത് സ്നാക്സിലേക്ക് മാറിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല. കൃത്യമായിട്ട് നിങ്ങൾ ഫുഡ് എന്ത് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ ചെയ്തതിന് ശേഷം എന്തായി, ഇപ്പം ഒരു മെഡിസിൻ എടുക്കാതിരിക്കുകയാണ്, യാതൊരുവിധ കോംപ്ലിക്കേഷൻ ഇല്ല. സ്റ്റാർട്ടിങ് കുറച്ച് മെഡിസിൻ എടുത്തിരുന്നു, പിന്നീട് അത് വളരെ പതിയെ കൺട്രോൾ ചെയ്ത് ഒഴിവാക്കാൻ പറ്റി. ഇപ്പോൾ ഫുള്ളായിട്ട് മെഡിസിൻ ഇല്ല, ഇപ്പോൾ ഫുൾ ഹാപ്പിയാണ്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് അതിൻ്റെ കാരണം കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ മേൽ പറഞ്ഞതുപോലെ നമ്മുടെ മൈഗ്രെയിൻ്റെ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞുകൊണ്ട്, നേരത്തെ പറഞ്ഞാൽ ചില മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചം കാണുന്ന സമയത്ത് സിവിയർ ആയിരിക്കും. ചിലതിന് വെളിച്ചം അത്ര പ്രശ്നം ഉണ്ടാവില്ല, മീൻസ് സൺലൈറ്റ് കാണുമ്പോൾ അത് കൂടുതലായിരിക്കും. ചിലത് വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ വയറുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, നല്ല സഡൻ റിലീഫ് കിട്ടും. ചിലത് നമ്മൾ കോൾഡ്, നല്ല തലയിൽ ചൂടുള്ള സമയത്ത് ചില കോൾഡ് ആയിട്ടുള്ള റോസ് വാട്ടറോ അല്ലെങ്കിൽ ചെറുതായിട്ട് തണുത്ത തുണിയോ തോർത്തുകൊണ്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, നല്ല റിലീഫ് കിട്ടും. ഇത്തരത്തിൽ നമുക്ക് വ്യത്യസ്ത തരത്തിലാണ് മൈഗ്രെയിൻ്റെ സിംറ്റംസ് ഓരോ വ്യക്തികളിലും കാണാറുള്ളത്. അപ്പോൾ ടൈപ്സ് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കത് വളരെ ഈസി ആയിക്കൊണ്ട് എന്താണ് അതിൻ്റെ കാരണമെന്നും അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് റൂൾ ഔട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൈഗ്രെയിൻ്റെ ഏത് ടൈപ്പാണ് തിരിച്ചറിയുവാനും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിനും വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.